എല്ലാവരും കൂടെ ചേർന്ന് ആ ബെല്ല രാംസിനെ ഇന്റർനെറ്റിൽ ഇനി കൊന്നില്ല എന്നുള്ളൂ, അത്രയ്ക്കും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചില ആൾക്കാർ പറയുന്നത്, ഈ ഗെയിമേഴ്സിനോടും ഫാൻസിനോടും ഒരിക്കലും യുദ്ധത്തിന് പോകരുത്, അത് പണി മേടിച്ച് കൂട്ടേ ഉള്ളൂ എന്ന്. ദ ലാസ്റ്റ് ഓഫ് അസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ ബെല്ല രാംസിനെ എല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് കാസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് ഇപ്പൊ മെയിൻ പരാതിയും പരിഭവവും ഒക്കെ. ബെല്ലിനെ നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഗെയിം ഓഫ് ത്രോൺസിലാണ്. ഉഷാർ പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു ആ ഒരൊറ്റ പെർഫോമൻസ് ഉണ്ട്. പിന്നെയാണ് ഈ ലാസ്റ്റ് ഓഫ് അസിലേക്ക് വരുന്നത്. ഉള്ളത് പറയാലോ, ഫസ്റ്റ് സീസൺ ഒരു രക്ഷയില്ല, ഈ ക്യാരക്ടറിനെ പോലെ അല്ല ഈ പെൺകുട്ടിനെ കാണാൻ. എന്നിട്ടും നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, പെഡ്രോ പാസ്കലും ബെല്ലയൊക്കെ ആയിട്ട് ഒരു തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി. ഇത്രയൊന്നും പരാതിയൊന്നും അന്ന് ആരും പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. ശരിയാണ്, രണ്ടുപേര് രണ്ട് രീതിയിലാണ് കാണാൻ, പക്ഷെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് ആ സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, ഗെയിമിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് നമ്മുടെ സെക്കൻഡ് സീസണിലേക്ക് വന്നപ്പോൾ ഒരു റെബല്യസ് ആയിട്ടുള്ള ഒരു എല്ലിയാണ് ആക്ച്വലി ഇതിലുള്ളത്. ഒരു റിവെഞ്ചിന് പോകുന്ന വേറൊരു ടൈപ്പ് എല്ലിയാണ് ഇതിലുള്ളത്. അവിടെയാണ് ചെറിയൊരു പ്രശ്നം വരുന്നത്. അതായത് എന്താണെന്ന് അറിയില്ല, ബെല്ലയും കുറച്ച് ആ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് വലുതായി. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു എന്തോ ഒരു സംഭവം കിട്ടുന്നില്ല. കുറച്ച് എപ്പിസോഡേ ഇറങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തോന്നുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴൊക്കെ ശരിയാവുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു സംഭവം കിട്ടുന്നില്ല. ഇത് ബെല്ലയുടെ മാത്രം കുഴപ്പമാണോ? എൻ്റെ അഭിപ്രായത്തിൽ അല്ല എന്നാണ്. ഈ കാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരില്ലേ, നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആബിനെ കാസ്റ്റ് ചെയ്തപ്പോൾ. കേറ്റ്ലിൻ ഡെൻവർ എന്ന് പറഞ്ഞാൽ ഒരു സ്ലിം ആയിട്ടുള്ള, കിട്ടിയ ആക്ടിങ് ഒക്കെയാണ്, സ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ ആബി എന്നുള്ള ക്യാരക്ടർ ഈ മസിൽ മോമി എന്നൊക്കെ വിളിക്കില്ലേ, അതായത് വളരെ ബിൽട്ടായിട്ട് ആൾക്കാർക്ക് ഇടിച്ച് കൊല്ലുന്ന ഒരു സ്ത്രീയാണ്. ഇവർ രണ്ടുപേരും ഒരു ബന്ധവുമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ബെല്ലയുടെ കാര്യവും. ബെല്ലിനെയും എല്ലിനെയും കാണാൻ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഈ HBO എക്സിക്യൂട്ടീവ്സും ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിൻ്റെയാണ് ഈ മുഴുവൻ സംഭവം. അവരെന്താ വിചാരിക്കുന്നത്, ആരാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്? ഗെയിമേഴ്സ് ആണോ? ഗെയിമേഴ്സിന് എന്ത് കൊടുത്താലും അവർ അതിനെ കുറ്റം പറയുള്ളൂ. അതിപ്പോൾ കറക്റ്റ് അതേപോലത്തെ ഒരാളെ കൊടുത്താലും കുറച്ച് കുറ്റമൊക്കെ അവർ പറയും. അതോ ജനറൽ ഓഡിയൻസ് ആണോ നിങ്ങളുടെ ടാർഗറ്റ്? അവർക്ക് പിന്നെ അത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതുകൊണ്ട് ആ പുതിയൊരു ക്യാരക്ടർ, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു HBO എക്സിക്യൂട്ടീവ്സ് ഈ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തു തോന്നുന്നുണ്ട്. ജനറൽ ഓഡിയൻസിന് കൊടുക്കാം, ഈ ഗെയിമേഴ്സിനെ മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആബിൻ്റെ കാസ്റ്റിംഗ് ആയാലും എല്ലിയുടെ കാസ്റ്റിംഗ് ആയാലും രണ്ടും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ, നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.